ആ ഷട്ടറിന് പുറത്ത് ആ മതിലിനോട് ചേർന്നായിരുന്നു JCB കൊണ്ട് അവിടെ കുഴിച്ചുള്ള പരിശോധന നടന്നത്. ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുറപ്പിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്താണ് യുവജന സംഘടനകളുടെ അടക്കം ഈ ദൗത്യ സംഘം എന്നാണ് ആർമി സംഘങ്ങൾ അവിടെയുണ്ട്. കൂടുതൽ സേനാംഗങ്ങളടക്കം കൂടുതൽ സന്നാഹങ്ങൾ സജ്ജീകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. മണ്ണിനടിയിൽ 4-ാം നാൾ കാണുന്ന ആ ജീവൻ്റെ അംശം, ആ ജീവൻ്റെ തുടിപ്പ്, അതെന്തിൻ്റെ ജീവനാണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. അതൊരു മനുഷ്യജീവനാണോ എന്നുള്ള വിദൂരമായ പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണം. അതില്ല എന്ന് പറയുന്നില്ല. അത് മനുഷ്യജീവനാണെങ്കിലും അല്ലെങ്കിലും അതിനി ഒരു പശുക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഒക്കെ ആണെങ്കിലും നമ്മൾ 4-ാം നാൾ അതിനകത്തുള്ളത് ഒരു ജീവനല്ല, ഒരു മനുഷ്യജീവനല്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നമുക്കതിൽ നിന്ന് മടങ്ങാൻ കഴിയുകയുള്ളൂ. അത് 1000-ൽ 1 എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസിബിലിറ്റി ആണെങ്കിൽ കൂടി, പ്രോബബിലിറ്റി ആണെങ്കിൽ കൂടിയും അത് ഉറപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-ാം തവണയും അവിടെ റഡാർ പരിശോധനയുണ്ടായി. ആ 3-ാം തവണ റഡാർ പരിശോധനയിലും അനുകൂലമായ ഒരു സിഗ്നൽ കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സുർജിത്ത് അയ്യപ്പ തുടരുന്നു. സുർജിത്ത്, 3-ാം തവണയുള്ള റഡാർ പരിശോധനയിലും അതേ ഭാഗത്ത് 0.65 മാർക്കിൽ ഇതേപോലെ ബ്ലൂ സിഗ്നൽ കിട്ടി എന്നാണോ? വീണ്ടും ഇതേ സിഗ്നൽ ഈ ഭാഗത്ത് കിട്ടി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കടയുടെ മുമ്പിൽ ആണ് അങ്ങനെ ഒരു പരിശോധന നടന്നത്. വീണ്ടും സിഗ്നൽ ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷട്ടർ ഒന്ന് തുറന്നിട്ടുണ്ട്. ഷട്ടർ ഒന്ന് തുറന്ന് അതിന് അകത്തേക്ക് ആ യന്ത്രം മാറ്റിവെച്ചിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ തുടർ പരിശോധനകൾ നടക്കുകയാണ്. അവിടെ സന്നദ്ധ പ്രവർത്തകർ കൂടിയിട്ടുണ്ട്, വളണ്ടിയർമാർ കൂടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ അതിന് പുറത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഷട്ടർ ഇങ്ങനെ തള്ളിപ്പിടിച്ചിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഇവിടെ ജനറേറ്റർ എത്തിച്ച് മറ്റു രീതിയിലുള്ള പരിശോധനയും തുടരുകയാണ്. ജനറേറ്റർ എത്തിച്ചുകൊണ്ട് വെളിച്ചമടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി തുടർ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഹാഷ്മി സൂചിപ്പിച്ച പോലെ 0.1 എന്നുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ അത് ആരുടേത് എന്നറിയേണ്ടതുണ്ട്. അത് എന്താണ് എന്ന് വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുടർ പരിശോധനകളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് വീണ്ടും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ഭാഗമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. താഴേക്ക് മടങ്ങിയ സൈനികർ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും തിരികെ എത്തി. ഇവിടെ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചു. അതിനുശേഷം എന്തായാലും ആ കെട്ടിടത്തിന് മുകളിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. പ്രേക്ഷകർ കാണുകയാണ് ആ ജീവന്റെ തുടിപ്പ്. നമ്മൾ കാണുന്നുണ്ട് ദുരന്ത മേഖലയിൽ ഉടനീളം ഇത്തരം വളർത്തുനായ്ക്കളെയും പശുക്കളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ നേരത്തെ ശ്രീകാന്ത് ആ മേഖലയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ഭക്ഷണമില്ലാതെ അലയുകയാണ് എന്നൊക്കെയുള്ള അവർക്ക് ഏർപ്പാടാക്കണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈ നായ ഉണ്ടായിരുന്നത്. ഒരു DYFI യൂത്ത് ബ്രിഗേഡിൻ്റെ ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം കയറി ആ നായയെ താഴേക്ക് ഇറക്കി അവരെല്ലാം കൂടി സ്നേഹത്തോടെ അതിനെ തലോടുന്നതൊക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ ആ ദുരന്ത ഭൂമിയിൽ ആ നായയുടെ ജീവനോട് പോലും നമുക്ക് വലിയ സ്നേഹം തോന്നുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അത് അവരുടെ ആ പട്ടിയോടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇതിൻ്റെ ആഴത്തിൽ നടന്ന തെരച്ചിലിനെ കുറിച്ചാണ്. ഇവിടെ 0.75 മാർക്കിൽ ഒരു ബ്ലൂ സിഗ്നൽ കണ്ടു എന്നുള്ളതാണ് ഇത് പരിശോധിച്ച GPR കമ്പനി ആവർത്തിച്ച് പറയുന്നത്. അതൊരു സ്ട്രോങ് സിഗ്നൽ തന്നെയാണ്. ആ സ്ട്രോങ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിൻ്റെ സിഗ്നൽ തന്നെയാണ് എന്ന് അതിൽ ആ ടീമിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് നമ്മൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അതൊന്നല്ല, 2 അല്ല 3 തവണ ഈ റഡാർ പരിശോധനയിൽ കൃത്യം ഒരേ ലൊക്കേഷനിൽ തന്നെ 3 മീറ്റർ ആഴത്തിൽ ഈ 0.75 മാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ എന്തോ യൂണിറ്റാണ്, നമുക്ക് കൃത്യമായി അറിയില്ല. ഈ 0.75 മാർക്കിൽ ഈ ബ്ലൂ സിഗ്നൽ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊരു ജീവസാന്നിധ്യം തന്നെയാണ്. അത് ബ്രീത്തിങ് എഫക്റ്റാണ്. ബ്രീത്തിങ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ GPR സംവിധാനം എന്ന് പറഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ച ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ശ്വാസം വലിച്ചു വിടുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ നേരിയ ചലനം പോലും ഒപ്പിയെടുക്കുന്ന സംവിധാനമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ഒരു സംവിധാനം തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പൂർവ്വകാല പരിശോധനകളിൽ നിന്ന്. പൂർവ്വകാല ദുരന്ത ഭൂമികളിലൊക്കെ ഈ GPR പരിശോധന കാര്യമായി നടന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗൂഗിളിൽ തപ്പിയാൽ അറിയാം. കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ അറിയാം GPR പരിശോധനയുടെ വിശദാംശങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയുള്ള സംഗതിയാണ്, വസ്തുതയാണ് അത്. പക്ഷേ അത് മനുഷ്യ ശരീരമാണ്, അതൊരു മനുഷ്യജീവനാണെന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ പക്കൽ പ്രത്യേകിച്ച് ഒരു തെളിവുമില്ല, ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ വെറുതെയായി പോയേക്കും ചെയ്തേക്കാം. എങ്കിൽ കൂടിയും 4-ാം നാൾ അതിനുള്ളിൽ കാണുന്ന ജീവൻ അത് മനുഷ്യജീവനല്ല അല്ലെങ്കിൽ അതല്ല എന്ന് ഉറപ്പിച്ച് മാത്രമേ നമുക്കൊന്ന് പിരിഞ്ഞു പോകാൻ കഴിയുള്ളൂ. സുർജിത്ത് ഇപ്പോൾ തുടരുന്നുണ്ട് വീണ്ടും. സുർജിത്ത്, ഇനി ഈ പരിശോധനയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ 3 മീറ്റർ ആഴത്തിൽ നേരത്തെ അവിടെ പരിശോധിച്ചു, പക്ഷേ പരിശോധിച്ചത് ആ ഭിത്തിക്ക് ഇപ്പുറമാണ്. ഇപ്പോൾ ഭിത്തിക്കകത്തേക്ക് പരിശോധന തുടങ്ങുകയാണോ? 50 മീറ്റർ അകലേക്ക് എല്ലാവരും മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശമാണ് സൈനികർ
രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. സിഗ്നൽ പരിശോധന വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഷട്ടർ കേന്ദ്രീകരിച്ച്, ആ കടയുടെ ഷട്ടർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് GPR എന്ന സംവിധാനം, ഈ GPR എന്ന സംവിധാനം ഉപയോഗിച്ചുള്ള റഡാർ പരിശോധനയാണ് നടക്കുന്നത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്നുള്ള ആ ഒരു സംവിധാനം, സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധിക്കുന്നത്. ആളുകളെല്ലാം തന്നെ പിറകിലേക്ക് മാറ്റി വടം കെട്ടി മാറ്റിയിരിക്കുകയാണ്. സൈനികരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ മേഖല ഉള്ളത്. അവരും രക്ഷാപ്രവർത്തകരും മാത്രമാണ് ഇവിടെ ഇതിനകത്തുള്ളത്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഷട്ടർ നേരത്തെ തള്ളിപ്പിടിച്ചിരുന്നു. 0.7 എന്നുള്ള സിഗ്നലാണ് ലഭിച്ചത്. മൂന്നാം തവണയും സിഗ്നൽ ലഭിച്ചു എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6.5 എന്ന് രേഖപ്പെടുത്തിയ സിഗ്നൽ ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ കഴിയുന്നത് വീണ്ടും ആളുകളോട് പുറകിലേക്ക് മാറി നിൽക്കാൻ ഉള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ സിഗ്നൽ മെഷീൻ വീണ്ടും ഓണാക്കിയിരിക്കുന്നു. തുടർ പരിശോധനകൾ നടക്കുന്നു. അതായത് ഇതിന്റെ സാങ്കേതിക വിദഗ്ധനായിട്ടുള്ള നിരഞ്ജൻ എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ യൂനസിന്റെ വീടിന്റെ പിറകിലായി ഇങ്ങനെ ഒരു സിഗ്നൽ ലഭിക്കുന്നു. യൂനസിന്റെ വീടിന്റെ പിറകിൽ ഇങ്ങനെ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വീടിന്റെ പിറകിലായി കുഴിച്ച് പരിശോധിക്കുന്നു. അങ്ങനെ കുഴിച്ച് പരിശോധിച്ച ശേഷം പിന്നീട് ഇതിനുശേഷം കുഴി എടുത്ത് പരിശോധിച്ച ശേഷം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും തുടർ പരിശോധന ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതനുസരിച്ച് ഒരിക്കൽ കൂടി പരിശോധിച്ചു. അതിലാണ് 0.7 എന്നുള്ള ഒരു സിഗ്നൽ ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എങ്കിൽ 2 മീറ്റർ താഴെ ഇങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ട്. ഒരു ബ്രീത്തിങ് സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ്. ബ്രീത്തിങ് സിഗ്നൽ എന്നാണ് പറഞ്ഞത്. ബ്രീത്തിങ് സിഗ്നൽ എങ്കിൽ സ്വാഭാവികമായും അത് മനുഷ്യന്റെ ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നതിലൊരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ ഉറപ്പ് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന രീതിയിലേക്ക് കടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ, കാരണം സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഒരു 0.1 സിഗ്നൽ വേരിയേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് എന്ത് ജീവന്റെ തുടിപ്പാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് മനുഷ്യന്റേതാണോ അല്ല സുർജിത്ത്, ഇവിടെ അങ്ങനെ ഒരു ശക്തമായ സിഗ്നൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പരിശോധന മതിയാക്കി പോകാം എന്ന തീരുമാനം അത് ശരിയായ തീരുമാനമായിരുന്നില്ല. അത് ഒരുപക്ഷെ പിന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന ഒരു ഉറപ്പിൽ തന്നെ ആവില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ ഉണ്ടാവുന്നതും തിരികെ വരാൻ നിർദ്ദേശം കൊടുക്കുന്നതും വീണ്ടും ചർച്ചകൾ സജീവമാക്കാനുള്ള നീക്കം ഉണ്ടാവുന്നതും? സുർജിത്ത്, തീർച്ചയായും അത് ജീവന്റെ തുടിപ്പെന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിൽ അതിലൊരു ഉറപ്പ് വേണം, അതിൽ വ്യക്തത വേണം. അത് മനുഷ്യന്റേതെങ്കിൽ അത് വ്യക്തത വേണം. നേരത്തെ ഈ നാസറും അദ്ദേഹത്തിന്റെ പിതാവിനെയുമാണ് കാണാതാകുന്നത്. യൂനസിന്റെ സഹോദരനാണ് നാസർ. അദ്ദേഹത്തിന്റെ പിതാവ് 75 വയസ്സുള്ള പിതാവിനെയും കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ്, അങ്ങനെ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് താഴെയുള്ള വീടാണ് ദിനേശന്റെ വീട്. അവിടെയും ചിലരെ കണ്ടെത്താനുണ്ട്. എന്തായാലും ഈ രാത്രി ഏറെ വൈകിയും സമാനമായ രീതിയിൽ തന്നെ ഈ സിഗ്നലുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ നടക്കുന്നു. എല്ലാവരെയും 50 മീറ്റർ അകലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. 50 മീറ്റർ അകലെയാണ് ഇപ്പോൾ ആളുകളെ എല്ലാം തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ മാത്രമാണ് അകത്തുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ ദൂരം പരിധി കൂടി വരികയാണ്. അങ്ങനെ തുടർ പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് സാഹചര്യം എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ സിഗ്നലിനെ അനുസരിച്ചായിരിക്കും കൂടുതൽ തുടർ പരിശോധനകൾ ഉണ്ടാവുക. ഇവിടേക്ക് സംവിധാനങ്ങൾ എത്തിക്കുക, സുഹൃത്ത് അവിടെ നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയുന്നത് വളരെ ശക്തമായ സിഗ്നൽ ഉണ്ടെന്ന് തന്നെയാണ്. അത് മനുഷ്യനാണോ എടുത്ത് ചോദിക്കും. ഞാൻ നേരത്തെ നമ്മൾ ഫോണിൽ വിളിച്ച ഉദ്യോഗസ്ഥനോട് അതൊരു മനുഷ്യനാണോ എന്ന് എടുത്ത് ചോദിക്കും. അദ്ദേഹം പറയുന്നുണ്ട് ഈ എയർ ഹോൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എയർ ഹോൾ ഉണ്ടെങ്കിൽ അതൊരു വായു കിട്ടുമെങ്കിൽ അത് മനുഷ്യനാകാൻ ഇടയുണ്ടെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റി ഇല്ല എന്നദ്ദേഹം നിരാകരിക്കുകയല്ല സുർജിത്ത് ചെയ്തത്. തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത
വരേണ്ടതുണ്ട്. ആ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അത് ചിലപ്പോൾ ഒരു മനുഷ്യ ജീവനാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട്. വ്യക്തത വരുത്തേണ്ടത് അതിൽ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ടാണ് ആ മേഖലയിൽ വീണ്ടും കുഴിച്ച് പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ സംവിധാനങ്ങൾ എത്തിക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും എല്ലാവരെയും ദൂര പരിധി വെച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ദൂരത്ത് നിന്ന് അകലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പൂർണ്ണമായും ഈ പ്രദേശത്ത് നിന്ന് മാറുകയാണ്. ഘട്ടം ഘട്ടമായി ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. മുകളിൽ കയറി നിൽക്കാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പരിശോധന, സിഗ്നൽ പരിശോധന ഇപ്പോൾ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. എന്തായാലും അബ്ദുറഹ്മാൻ പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് 1,001% മാത്രം എന്ന് പറയുന്നുണ്ട്. 1,001% 1,000% കൂടിയും അതൊരു മനുഷ്യ സാന്നിധ്യമാണോ എന്ന് നോക്കൽ നമ്മുടെ ദൗത്യമാണ്. ആ ദൗത്യം രാത്രിയും അവിടെ തുടരുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു ആ സിഗ്നൽ കിട്ടുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിനുശേഷം ആ സംഘം അവിടുന്ന് മടങ്ങുന്നതും അതിനുശേഷം മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടൽ ഉണ്ടാകുന്നു, ആ സംഘം മടങ്ങി വരുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അതിനകത്ത് ആർമി ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ വിവിധ യുവജന സംഘടനാ നേതാക്കളുണ്ട്. നമ്മൾ കാണുന്നുണ്ട് അതിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉണ്ട്, യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ഉണ്ട്, SKSSF ഉണ്ട്, SKSSF യുവജന സംഘടന അവരുടെ ടീമുണ്ട്, ഇന്ത്യൻ റെഡ് ക്രോസ് ഉണ്ട്, സാന്ത്വനം ടീമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നാടിൻ്റെ ആദിക്കൊപ്പം അവരങ്ങനെ ഈ പാതിരാത്രിയും നിൽക്കുകയാണ്.